ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ വരിക്കാർക്ക് സന്തോഷ വാർത്ത. നിലവിൽ നമ്മൾ 28 ദിവസമായിരുന്നു മൊബൈൽ റീചാർജ് പാക്കുകൾ ചെയ്തിരുന്നത്. ഈ 28 ദിവസത്തെ റീചാർജ് പാക്കുകൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി മുതൽ 30 ദിവസത്തിന് മുൻഗണന കൊടുക്കാൻ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതെ, മൊബൈൽ വരിക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത്. നിലവിൽ 28 ദിവസത്തെ റീചാർജ് പാക്കുകളാണ് ഒട്ടുമിക്കതും എല്ലാ കമ്പനികളിലും വരുന്നത്. നമുക്കറിയാം, ഇതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ നമ്മൾ 13 തവണ റീചാർജ് ചെയ്യേണ്ടതായി വരാറുണ്ട്. ഇതിലൂടെ ദശലക്ഷക്കണക്കിന് പ്രീപെയ്ഡ് ഉപഭോക്താക്കളിൽ നിന്നും കോടികളുടെ അധിക ലാഭമാണ് കമ്പനികൾക്ക് ലഭിക്കുന്നത്. ഈ സമ്പ്രദായം അന്യായവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പൊതുവികാരം ശക്തമായിരുന്നു. 28 ദിവസത്തെ പ്ലാനിലൂടെ കസ്റ്റമർക്ക് ഓരോ മാസവും 2 ദിവസം മുതൽ 3 ദിവസം വരെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് സമയത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും രാത്രി 12 മണിക്ക് നമ്മുടെ റീചാർജ് പാക്ക് അവസാനിക്കും. കൂടാതെ കൃത്യമായ ഒരു റീചാർജ് തീയതി കസ്റ്റമർക്ക് കണക്ക് കൂട്ടാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ 30 ദിവസത്തെ റീചാർജ് പാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാകും. എയർടെൽ, ജിയോ, VI എന്നീ കമ്പനികൾക്ക് 30 ദിവസത്തെ റീചാർജ് പാക്കുകൾ ഉണ്ടെങ്കിലും പലതും ഡാറ്റ പാക്കുകൾ മാത്രമായിട്ടാണ് വരുന്നത്. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മിക്കതും 2026 ഏപ്രിൽ തന്നെ ഈ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കൂടെ റീചാർജ് പാക്കുകളുടെ വർധനവും ഉണ്ടാവുമെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത്.